നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടി കണ്ടുണരുവാൻ ഇടയാക്കിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊള്ളുന്നു. സംഭവബഹുലമായ ഒരു വർഷം നമ്മളെ വിട്ടു പോകാറായി അല്ലേ? ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ 2024 നമ്മെ വിട്ടുപോകും. 2024 നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി എന്തു ചെയ്തു എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളിൽ വന്ന തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ഇനിയും ഫലകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ 6 ദിവസവും എന്നെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നല്ല നല്ല വാക്കുകളാൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49 22 വാക്യം. യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിന്മേൽ പടരുന്നു. യോസെഫ് ആരാണെന്നും യോസെഫിന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പുത്രന്മാരെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല ഒരു ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യോസെഫിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫലം തരുന്ന ഒരു വൃക്ഷത്തോടാണ് യോസെഫിനെ ഇവിടെ പരിശുദ്ധാത്മാവ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മൾ എത്രത്തോളം ഫലം കർത്താവിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്? കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യോസെഫിന്റെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. യോസെഫ് എങ്ങനെ ദൈവത്തിന് ഫലപ്രദമായൊരു വൃക്ഷമായതെന്ന് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 37 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തന്റെ അപ്പൻ തന്നെ ഏൽപ്പിച്ച കാര്യം ഒട്ടും വീഴ്ച വരുത്താതെ താൻ ചെയ്തതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 4 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം, വിശ്വസ്തയോടെ ചെയ്യണം. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് ചെറുതായാലും വലുതായാലും വിശ്വസ്തയോടുകൂടി ചെയ്യണം. അതിന് നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഈ ഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യവുമാണല്ലോ. പോത്തിഫറിന്റെ ഭവനത്തിൽ യോസെഫ് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായത് കാരണം അത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 39 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസെഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നു. അതുകൊണ്ട് പോത്തിഫറിന്റെ ഭാര്യ യോസെഫിന്റെ മേൽ കണ്ണ് വെച്ചു. എന്നാൽ യോസെഫിന്റെ മേലെ കണ്ണ് പതിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. പാപത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന യോസെഫിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മളെയും ഇതുപോലെ ശത്രുവാകുന്ന സാത്താൻ പല പ്രലോഭനങ്ങളും കൊണ്ടുവരും. എന്നാൽ നമ്മൾ അതിൽ കുടുങ്ങിപ്പോകരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം അതിന്റെ 3 വാക്യം ഒടുവിലത്തെ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു: പാപത്തോട് പോരാടണം, സ്ഥിരതയോടെ നാം ഓടണം, കർത്താവിൽ ആശ്രയിക്കണം. പാപത്തോട് നമ്മൾ പോരാടണം. ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ പാപത്തെ ജയിച്ച് ജീവിക്കണമെങ്കിൽ. അതുപോലെ 4-ാമതായി ഉൽപ്പത്തി പുസ്തകം 40:8 ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസെഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? ഇവിടെ യോസെഫ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. ദൈവമക്കളായ നമ്മളും യോസെഫിനെ പോലെ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്കൊരു നന്മയും കുറയില്ല, അനുഗ്രഹം മാത്രമാണ് ലഭിക്കുന്നത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 41:16 അതിന് യോസെഫ് ഫറവോനോട്,
ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു യോസെഫിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവത്തിൽ അർപ്പിക്കാം. പിന്നീട് ഉൽപ്പത്തി പുസ്തകം 50:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാം. എങ്കിലും 21-ാം വാക്യം മാത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. കുടുംബത്തെയും അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും പോറ്റിപ്പുലർത്തുന്ന യോസഫ് എത്ര മാതൃകാപരമായ ജീവിതമാണല്ലേ. ഇതുപോലെ നമുക്കും മാതാപിതാക്കന്മാരെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തെയും ദൈവപ്രകാരം നയിക്കുവാനുള്ള കൃപ വലിയവനായ ദൈവം നൽകുമാറാകട്ടെ. അടുത്തതായിട്ട് നിഗളിക്കാത്ത ഒരു യോസഫിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പൊന്ന, വെള്ളി, ആടുമാടുകൾ, സകലവിധമായ ബഹുസമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ഒട്ടും അഹങ്കാരമോ നിഗളമോ തന്റെ ജീവിതത്തിൽ നമ്മളിവിടെ കാണുന്നില്ല. യോസഫിനെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. യോസഫിനെ മറക്കാത്ത ഒരു ദൈവം. ഫറവോൻ തന്റെ ഔദ്യോഗിക പദവിയോ യോസഫിന് നൽകുന്നതായിട്ട് കാണുന്നു. രാജകീയ വസ്ത്രം നൽകി. ഇങ്ങനെ യോസെഫിനെ ദൈവം മാനിച്ചു. സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ട യോസെഫ് സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാതെ അവരെ വളരെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ഒരു യോസെഫ്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യോസെഫിന്റെ സഹോദരന്മാരെ പോലെ ഒരു കാലത്ത് ആസൂയും കുശുമ്പും ഒക്കെ നിറഞ്ഞവരായിരുന്നു. ദൈവഭയം ഇല്ലാത്തവരും ആയിരുന്നു. എന്നാൽ പിതാവായ ദൈവം തന്റെ ഓമനകുമാരനെ പുത്രനിലൂടെ നമ്മയും സ്നേഹിച്ചു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും ദൈവമക്കളായി തീരുവാനുമുള്ള ഭാഗ്യം നമുക്കും ലഭിച്ചു. നമ്മളെയും ചില പദവികൾ തന്ന് ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി ഫലപ്രദമായ ഒരു വൃക്ഷമാക്കിയാണ് നമ്മളെ ഇവിടെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വൃക്ഷം ഫലം പുറപ്പെടുവിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാനായിട്ട് വലിയവനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ ഒരു വർഷക്കാലം നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സകല സ്തുതിയും ബഹുമാനവും സ്തോത്രവും പുകഴ്ചയൊക്കെ അവന്റെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തിൽ നിന്നും ഏഴായാടിയൻ വിരമിക്കുന്നു. ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.